സൂര്യൻ എപ്പോഴും ചുവപ്പല്ലേ? ചന്ദ്രൻ 4 നാൾ വെളുപ്പ് 4 നാൾ കറുപ്പ്. ആ മരം നനഞ്ഞാൽ പച്ചപ്പാണ്, ഉണങ്ങിയാൽ വിരൂപമാകും. ഇത്രയും നിറങ്ങളുള്ള ഞാൻ, എനിക്ക് മീതെ വേറെ ആരുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. മനോഹരമായൊരു കാട്, എവിടെ നോക്കിയാലും സൗന്ദര്യം മാത്രം. ഒരു മരക്കൊമ്പിൽ നിറയെ വർണ്ണത്തൂവലുകളുള്ളൊരു പക്ഷി, വലിയ അഹങ്കാരത്തോടെ കൊമ്പുകൾ തോറും പാറി നടന്നുകൊണ്ട്. എന്നെ കണ്ടോ? എന്നെ മനസ്സിലായോ? എന്നെ കണ്ട് മഴവില്ലാണെന്ന് കരുതിയല്ലേ? അതാണ് എൻ്റെ മഹത്വം. എല്ലാ നിറങ്ങളും ചേർന്ന സൗന്ദര്യം എൻ്റേതാണ്. ആ സൂര്യൻ എപ്പോഴും ചുവപ്പല്ലേ? ചന്ദ്രൻ 4 നാൾ വെളുപ്പ് 4 നാൾ കറുപ്പ്. ആ മരം നനഞ്ഞാൽ പച്ചപ്പാണ്, ഉണങ്ങിയാൽ വിരൂപമാകും. ഇത്രയും നിറങ്ങളുള്ള ഞാൻ, എനിക്ക് മീതെ വേറെ ആരുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. അതുമാത്രമോ, എൻ്റെ സൗന്ദര്യം എത്ര പേരാണ് കൊതിയോടെ നോക്കുന്നത്? ഛേ, അവരുടെ ആ കോങ്കണ്ണ് നോട്ടം. അതെ, എൻ്റെ വാലിന് ചുറ്റും ചുറ്റിപ്പറ്റി നടക്കുകയാണ് എല്ലാവരും. ഈ വാക്കുകൾ പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് പക്ഷി അങ്ങോട്ട് നോക്കി. അപ്പോഴാണ് പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ആമയെ കണ്ടത്. ആമയുടെ അടുത്തേക്ക് ചെന്ന് പക്ഷി പരിഹാസത്തോടെ ഇങ്ങനെ പറഞ്ഞു: ഹേയ്, ആരാണ് നീ? എന്നെ കൂർമ്മം എന്ന് വിളിക്കും, അതാണ് എൻ്റെ പേര്. കൂർമ്മമോ? നിന്റെ പേര് പോലെ തന്നെയുണ്ട് നിന്റെ രൂപവും. ആ വാക്ക് കേട്ട് ആമയ്ക്ക് വിഷമമായി. മാളത്തിൽ നിന്നും വന്ന എലിയെപ്പോലെ നിന്റെ തല മുതുകിൽ ശപിക്കപ്പെട്ടവനെ പോലെ ഒരു വലിയ തോട്, നടക്കാൻ വയ്യാത്ത കാലുകൾ, പിന്നെ നീയും യാക്ക്. ആമ സങ്കടത്തോട് നോക്കി. എന്താ മിണ്ടാത്തത്? എന്റെ സൗന്ദര്യം കണ്ട് ബോധം പോയോ? അതോ ശബ്ദമടഞ്ഞു പോയോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ആ ഭഗവാന്റെ ദശാവതാരങ്ങളിൽ ഞാനുണ്ട്, നീ എവിടെയില്ലല്ലോ. അഹങ്കരിക്കാതെ. ചെളിയിൽ പുരണ്ട നീയും നിന്റെ ഈ ജീവിതവും. എന്നെപ്പോലെ പറക്കാൻ കഴിയുമോ? എന്നെപ്പോലെ തുള്ളിച്ചാടാൻ കഴിയുമോ? എന്നെപ്പോലെ പാടാൻ കഴിയുമോ? പാറിപ്പറന്ന് എത്ര ദൂരം വേണമെങ്കിലും ക്ഷീണമില്ലാതെ അങ്ങനെ പോയി ഇങ്ങനെ വരാൻ എനിക്ക് കഴിയും. ലോകം ചുറ്റി വരാൻ എനിക്കാവും. കാണണോ എന്റെ ശക്തി? എന്നു പറഞ്ഞറിഞ്ഞ് പാറിപ്പറന്ന് കാറ്റിലൂടെ ഒരുപാട് ദൂരേക്ക് പോയി ആ പക്ഷി. ആമ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ആ പക്ഷി അഹങ്കാരത്തോടെ ഒരു വലിയ കുട്ടിക്കാട്ടിലേക്ക് പറന്നിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പക്ഷിയുടെ നിലവിളിയും കരച്ചിലും കേട്ടു. അയ്യോ, എന്നെ രക്ഷിക്കണേ, പുറത്തു കിടക്കാനൊരു വഴി കാണിച്ചതാ എന്ന് വേദനയോടെ നിലവിളിച്ചുകൊണ്ട് കാട്ടിൽ കുടുങ്ങി മുറിഞ്ഞുപോയ വാലുമായി പുറത്തുവന്ന് നിലത്തു വീണ് കരയാൻ തുടങ്ങി ആ പക്ഷി. അപ്പോഴാണ് അവിടേക്ക് വന്ന ആമ കരയുന്ന പക്ഷിയെ കണ്ടത്. നീ എങ്ങനെ വന്നു? നിന്റെ കരച്ചിൽ കേട്ടു, ആപത്തിലാണെന്ന് തോന്നി, അങ്ങനെ വന്നതാ. വാ പോകാം. എങ്ങോട്ട്? നിനക്കിപ്പോൾ ചികിത്സ നൽകണം. ചികിത്സയോ? അതെ, രക്തം വരുന്നുണ്ട്, അതൊന്ന് കഴുകണം. ചന്ദ്രന്റെ താഴെ വിശ്രമിക്കണം, സൂര്യന്റെ താഴെ ഉണങ്ങണം. ആ ഇലകളില്ലേ, അതിന്റെ നീര് പുരട്ടണം. ആ പക്ഷിക്ക് താൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. എന്താ ആലോചിക്കുന്നത്? പറക്കാൻ വയ്യ, ചാടാൻ വയ്യ, ഞാൻ എങ്ങനെ വരും? എന്റെ മുതുകിലൊരു തോടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ മുകളിൽ കയറിയിരുന്നു. എപ്പോഴേക്കും എത്തും? പറക്കാൻ കഴിയാത്ത നിന്നേക്കാൾ മെല്ലെയുള്ള എൻ്റെ ഈ നടത്തം നല്ലതല്ലേ? വന്നാൽ നീ രക്ഷപ്പെടും, വന്നില്ലെങ്കിൽ മരിക്കും. വേഗം വാ. പെട്ടെന്ന് പക്ഷി ആമയുടെ പുറത്തു കയറിയിരുന്നു. ആമ അതിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആമ വെള്ളം കുടഞ്ഞ് തെറിപ്പിച്ച് ഇലകൾ കൊണ്ട് മുറിവ് കെട്ടിവെച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പക്ഷിക്ക് വാൽ മുളച്ചു വന്നു. ഹായ്, നിന്റെ വാൽ, ആ വർണ്ണവാൽ തിരികെ വന്നു. കൊള്ളാം, ഇനി പറന്നോളൂ. അതെന്താ? സൗന്ദര്യം ഈ നിറമുള്ള വാലിലല്ല, നിന്റെ മനസ്സിലാണ്. ഞാൻ എല്ലാവരെയും പരിഹസിച്ചു, നിന്നെയും അപമാനിച്ചു. ഒടുവിൽ ആപത്തിൽ പെട്ടുപോയി. നീ വന്ന് എന്നെ രക്ഷിച്ചു. അതാണ് യഥാർത്ഥ സൗന്ദര്യം. ഈ ഭൂമിയിൽ നമ്മൾ പരസ്പരം തുണയാകണം. വല്ലാതെ അഹങ്കരിക്കരുത്, പരിഹസിക്കരുത്. ഓരോരുത്തർക്കും ഓരോ രൂപമാണ്, അതാണ് പ്രകൃതി നിയമം.